നമ്മൾ ഈ വീഡിയോയിൽ ഫ്രാക്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് തിയറി കുറച്ച് ഇമ്പോർട്ടൻ്റ് ഓപ്പറേഷൻസുമാണ് പഠിക്കുന്നത്. ഫസ്റ്റ്ലി ഫ്രാക്ഷൻസ് എന്താണെന്നൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. A/B ഫോമിലുള്ള നമ്പേഴ്സിനെയാണ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. A/B ഫോം, മുകളിലൊരു നമ്പർ ഉണ്ടാവും, താഴെ ഒരു നമ്പർ ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ രണ്ട് എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്, 3/7 ആൻഡ് 7/3. 3/7 ഇതിൽ മുകളിലുള്ള നമ്പർ 3 ആണ്. ഈ 3യെ നമ്മൾ ന്യൂമറേറ്റർ, ദ നമ്പർ ഓൺ ടോപ്പ് ഈസ് കാൾഡ് ന്യൂമറേറ്റർ. ഫ്രാക്ഷനിൽ മുകളിലുള്ള നമ്പറിനെ ന്യൂമറേറ്റർ എന്നും താഴെയുള്ള നമ്പറിനെ ഡിനോമിനേറ്റർ എന്നും പറയും. ഓക്കെ, അടുത്തത് പറയാനുള്ളത് പ്രോപ്പർ ഫ്രാക്ഷൻ ആൻഡ് ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. കുറേ ടൈപ്പ് ഫ്രാക്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടൈപ്പാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ടൈപ്പാണ് പ്രോപ്പർ ഫ്രാക്ഷൻ. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 3/7 അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിനേക്കാളും ന്യൂമറേറ്റർ സ്മാളർ ആണെങ്കിൽ അതിനെ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും. ഡിനോമിനേറ്ററിനേക്കാളും ന്യൂമറേറ്റർ സ്മാളർ ആണെങ്കിൽ അതിനെ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും. അതേസമയത്ത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ അതിൽ ഡിനോമിനേറ്റർ ആയിരിക്കും സ്മാളർ. ന്യൂമറേറ്ററിനേക്കാളും ഡിനോമിനേറ്റർ സ്മാളർ ആണെങ്കിൽ അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും. ഞാൻ നേരത്തെ 3 ടൈപ്പ് ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ 2 ടൈപ്പ് പറഞ്ഞു. തേർഡ് ടൈപ്പാണ് 2/1/3. ഇതാണ് തേർഡ് ടൈപ്പ്. ഈ ടൈപ്പ് ഫ്രാക്ഷനെ നമ്മൾ പറയുന്നത് മിക്സ്ഡ് ഫ്രാക്ഷൻ എന്നാണ്. മിക്സ്ഡ് ഫ്രാക്ഷൻ. എന്തുകൊണ്ടാണ് മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്? ഇതിലൊരു ഫ്രാക്ഷൻ ഉണ്ട്, വേറൊരു ഹോൾ നമ്പറുണ്ട്. ഓക്കെ, ഒരു ഫ്രാക്ഷനുണ്ട്, ഹോൾ നമ്പറുണ്ട്. ഹോൾ നമ്പറിൻ്റെയും ഫ്രാക്ഷൻ്റെയും മിക്സ്ഡ് ഫോം ആയതുകൊണ്ടാണ് ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്താണെന്ന് പഠിച്ചു, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്താണെന്ന് പഠിച്ചു. മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിലൊരു ഹോൾ നമ്പർ ഉണ്ടാവും, ഒരു ഫ്രാക്ഷൻ ഉണ്ടാവും. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ മിക്സ്ചർ ആയതുകൊണ്ടാണ് മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിനേക്കാളും ന്യൂമറേറ്റർ ലാർജർ ആണെങ്കിൽ അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മിക്സ്ഡ് ഫ്രാക്ഷൻ എങ്ങനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളത് ചെയ്യേണ്ടത്, ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷനാണ്, 2/1/3. ഇതിനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, ആദ്യം ഈ ഹോൾ നമ്പർ അത് അതുപോലെ എഴുതുക, ഇൻറ്റു ഡിനോമിനേറ്റർ പ്ലസ് ന്യൂമറേറ്റർ എന്താണോ അത് എഴുതി, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? 2 × 3 6 പ്ലസ് 1/3 ദാറ്റ്സ് ഈക്വൽ ടു 7/3. ഇപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 2/1/3 എന്ന മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഏത് രൂപത്തിലായിരിക്കും? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 7/3 ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. എന്തുകൊണ്ടാണ്? ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും ലാർജറാണ്. അതുകൊണ്ട് ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണെന്ന് നമുക്ക് പറയാം. ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, 7/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നുള്ളതല്ല അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 7ൽ എത്ര 3 ഉണ്ട്? 2 ടൈംസ്. 2 × 3 6. 7 - 6 1. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? 2 ആണ്. റിമൈൻഡർ 1 ആണ്. ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത്? 3 ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആൻസർ ആദ്യം എഴുതണം. ആൻസർ ആദ്യം എഴുതി, അത് കഴിഞ്ഞിട്ട് ഒരു ഫ്രാക്ഷൻ, മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ അതിലൊരു ഹോൾ നമ്പർ ഉണ്ട്, ഒരു ഫ്രാക്ഷൻ ഉണ്ട്. ഈ ഹോൾ നമ്പർ എന്താണ്? ആൻസറാണ്. ആൻസറാണ് ഹോൾ നമ്പർ. ന്യൂമറേറ്ററിൽ വരുന്നത് റിമൈൻഡറാണ്. റിമൈൻഡറാണ് ന്യൂമറേറ്ററായിട്ട് വരുന്നത്. ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അത് ഡിനോമിനേറ്ററായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് 7/3 ഡിവൈഡ് ചെയ്തു, ആൻസർ 2 കിട്ടി, റിമൈൻഡർ 1 കിട്ടി. ആൻസർ ആദ്യം എഴുതി, റിമൈൻഡർ ന്യൂമറേറ്ററിലും ഡിവൈഡ് ചെയ്ത നമ്പർ ഡിനോമിനേറ്ററിലും എഴുതി. ഓക്കെ, നമുക്ക് ഇതുപോലെ വേറൊരു എക്സാമ്പിളും കൂടെ ചെയ്ത് നോക്കാം.
12 1/2. ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷനാണ്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഹോൾ നമ്പർ അതുപോലെ എഴുതി ഇൻറ്റു ഡിനോമിനേറ്റർ പ്ലസ് ന്യൂമറേറ്റർ 1 ആണ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ 12 ഇൻറ്റു 2 24 പ്ലസ് 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 25/2. ഇപ്പം നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി തിരിച്ച് ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 25/2 കൺവേർട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 12 1/2 എന്ന് കിട്ടണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് 25/2 ഇപ്പോൾ 2ൽ 2 1 ടൈമാണ്. 1 ഇൻറ്റു 2 2 2 മൈനസ് 2 0 5 താഴേക്ക് ഇറക്കി എഴുതി. 5ൽ 2 4 ടൈംസ് 2 ടൈംസ് 2 ഇൻറ്റു 2 4 5 മൈനസ് 4 1. അപ്പോൾ ആൻസർ നമുക്ക് 12 എന്നാണ് കിട്ടിയത്. 12 ആണ് ആദ്യം എഴുതേണ്ടത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. റിമൈൻഡർ ന്യൂമറേറ്ററിലും ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അത് ഡിനോമിനേറ്ററിലും എഴുതുക. 12 1/2. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. അടുത്തായിട്ട് നമുക്ക് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. അത് നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കാൻ പോവുകയാണ്. ഇംപ്രോപ്പർ ഒന്ന് മിക്സ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ 5/4 1 4 ആണുള്ളത്. 1 ഇൻറ്റു 4 4 റിമൈൻഡർ 1 ആണ്. അപ്പോൾ ആൻസർ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എഴുതണം. റിമൈൻഡർ ന്യൂമറേറ്ററിലും ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അത് ഡിനോമിനേറ്ററിലും എഴുതി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു. ഇനി നമുക്ക് ഈ മിക്സ്ഡ് ഫ്രാക്ഷൻ ഇംപ്രോപ്പർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കാം. എന്താണ് ചെയ്യേണ്ടത്? 1/4 ആയിരുന്നു ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 1 ഹോൾ നമ്പർ അതുപോലെ എഴുതി ഇൻറ്റു ഡിനോമിനേറ്റർ പ്ലസ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ 1 ഇൻറ്റു 4 4 പ്ലസ് 1/4 ദാറ്റ്സ് ഈക്വൽ ടു 4 പ്ലസ് 1 5/4. അപ്പോൾ നമ്മൾ 3 എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. ഇത് വെച്ച് നിങ്ങൾ മിക്സ്ഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കാനും ഇംപ്രോപ്പറിനെ മിക്സ്ഡ് ആക്കാനും മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് പോകാം. അടുത്ത് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് 2 ഫ്രാക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ സബ്ട്രാക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. 3/4 മൈനസ് 1/2 സബ്ട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു 2 മൈനസ്, ഇവിടെ മൈനസ് ആണ് അതുകൊണ്ട് മൈനസ് ഇട്ട് കൊടുത്തു. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ഇട്ട് കൊടുക്കണം. അഡീഷൻ ആണെങ്കിലും സെയിം പ്രോസസ്സാണ്, ഈ സൈന് മാറുമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മൈനസ് ആയതുകൊണ്ട് മൈനസ് കൊടുത്തു. 4 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 4 ഇൻറ്റു 2 4 ഇൻറ്റു 2 ദാറ്റ്സ് ഈക്വൽ ടു 3 ഇൻറ്റു 2 6 മൈനസ് 4 ഇൻറ്റു 1 4 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 2 8. അപ്പോൾ ഇവിടെ സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 മൈനസ് 4 2/8. അപ്പോൾ ഇതാണ് ആൻസർ. 3/4 മൈനസ് 1/2 സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ 2/8 എന്ന ആൻസർ കിട്ടും. പക്ഷേ ഇതൊരു കംപ്ലീറ്റ് ആൻസർ ആയിട്ടില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഒരു ഫ്രാക്ഷൻ സബ്ട്രാക്റ്റ് ചെയ്യുകയോ ആഡ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും റെഡ്യൂസ്ഡ് ഫോമാണ് നിങ്ങൾ ആൻസറായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ റെഡ്യൂസ്ഡ് ഫോം കിട്ടാൻ വേണ്ടിയിട്ട് ഏത് നമ്പറാണോ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ടുള്ളത് ആ നമ്പറിനെ ഡിവൈഡ് ചെയ്തിട്ട് എഴുതാം. ഇപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും 2 കോമൺ ആണ്. അപ്പോൾ 2 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ 2 കോമൺ ആയതുകൊണ്ട് 2/2 1 എന്ന് കിട്ടി. 8/2 4 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് ശരിക്കുള്ള ഫൈനൽ ആൻസർ 1/4. നമുക്കറിയാം 3/4 എന്ന് പറഞ്ഞാൽ മുക്കാലാണ്. മുക്കാലിന് അര കുറച്ചാൽ കാലല്ല കിട്ടുന്നത്. അപ്പോൾ ആൻസർ നമുക്ക് കറക്റ്റ് ആൻസർ ഫൈനൽ ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മെത്തേഡ് എന്താണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ്. വളരെ സിമ്പിളാണ്. ഞാനൊരൊറ്റ എക്സാമ്പിളേ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ വീഡിയോ ലെങ്ത്ത് കൂടിപ്പോവും. ഈ സെയിം മെത്തേഡ് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റിനിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു 2 മൈനസ് കൊടുത്തു. 4 ഇൻറ്റു 1 4 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 ഇൻറ്റു 2 4 ഇൻറ്റു 2
അത് കഴിഞ്ഞിട്ട് ഇത് സോൾവ് ചെയ്താൽ ഇതുപോലെ കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫൈനൽ ആൻസർ കിട്ടിയതിന് ശേഷം റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഡ്യൂസ് ചെയ്തിട്ട് ആൻസർ എഴുതണം. ഓക്കെ, ഇവിടെ അഡീഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സൈന് മാത്രമേ മാറ്റാനുള്ളൂ. ഇനി വേറൊരു മെത്തേഡ് പറയാനുള്ളത് 3/7 മൈനസ് 2/7. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. 3 × 7 21 എന്ന് കിട്ടും, മൈനസ് 2 × 7 14 എന്ന് കിട്ടും, ബൈ 7 × 7 49 എന്ന് കിട്ടും. അത് ലാസ്റ്റ് സബ്ട്രാക്ട് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്തിട്ടൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്കൊരു ആൻസർ കിട്ടും. അപ്പോൾ ഈ മെത്തേഡ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതല്ലാതെ വേറൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണല്ലോ. ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ മാത്രമേ ഞാനിപ്പോൾ പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ല. ഒന്ന് 4 ആണ്, ഒന്ന് 2 ആണ്. ഡിനോമിനേറ്റർ സെയിം അല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഈ മെത്തേഡ് തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഡിനോമിനേറ്റർ എന്താണോ അത് അതുപോലെ എഴുതി. ന്യൂമറേറ്ററിൽ 3 - 2 ആണല്ലോ. 3 - 2 എന്നെഴുതി. ദാറ്റ്സ് ഈക്വൽ ടു 3 - 2 1/7 എന്ന ആൻസർ കിട്ടി. വളരെ സിമ്പിളായിട്ട് ആൻസർ കിട്ടിയില്ലേ? ഇതേപോലെ നിങ്ങൾക്ക് അഡീഷനും ചെയ്യാം. 3/7 പ്ലസ് 2/7 ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്റർ അതുപോലെ എഴുതി 7. 3 + 2 3 + 2 5 ആണ്. അപ്പോൾ 5/7 എന്ന ആൻസർ കിട്ടി. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ മാത്രമേ ഈ മെത്തേഡ് ഡയറക്റ്റ് നിങ്ങൾക്ക് സബ്ട്രാക്ഷൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാം, അഡീഷൻ ആണെങ്കിൽ ഡയറക്റ്റ് ആഡ് ചെയ്തിട്ട് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ല. ഡിനോമിനേറ്റർ സെയിം അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതുപോലെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ വേറൊരു മെത്തേഡ് ഉണ്ട്. ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഡിനോമിനേറ്റർ സെയിം ആക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ സിമ്പിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അടുത്തത് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ 3/4 മൈനസ് 1/2 ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ പോവാണ്. 3/4 അത് അതുപോലെ എഴുതി, മൈനസ് 1/2. ഇതിൽ ഡിനോമിനേറ്റർ 2 ആണ്. ഈ 2 4 ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? 4 ആക്കാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്ററിൽ നിങ്ങൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾ ഇവിടെ ഡിനോമിനേറ്ററിൽ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തും കൂടെ ചെയ്യണം? ന്യൂമറേറ്ററിലും കൂടെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വെറുതെ ഡിനോമിനേറ്ററിൽ മാത്രം മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. അതൊക്കെ നിങ്ങൾക്കറിയാം. ഡിനോമിനേറ്ററിൽ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ സെയിം ന്യൂമറേറ്ററിലും ചെയ്യണം. അപ്പോൾ ഇവിടെ എന്തായി? 3/4 അതുപോലെ എഴുതി, മൈനസ് 1 × 2 2/2 × 2 4. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ സെയിം ആണ്, അത് അതുപോലെ എഴുതി. ഡിനോമിനേറ്റർ 3 - 2 1. അപ്പോൾ ആൻസർ 1/4 എന്ന് കിട്ടിയില്ല. വളരെ സിമ്പിളായിട്ട് ആൻസർ കിട്ടി. ഞാനിവിടെ കുറേ സ്റ്റെപ്സ് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഈച്ച് ആൻഡ് എവരി സ്റ്റെപ്സ് ഇവിടെ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈ സെക്കൻഡ് മെത്തേഡ് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നും. എങ്കിൽ പോലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും സെക്കൻഡ് മെത്തേഡാണ് ഏറ്റവും സിമ്പിളർ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ഡിനോമിനേറ്റർ സെയിം ആക്കി. 1/2നെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് 2 കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ നിങ്ങൾക്ക് 3/4 മൈനസ് 2/4 എന്ന് കിട്ടി. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഈ സെയിം ഡിനോമിനേറ്റർ ആദ്യം എഴുതി. 3 - 2 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഇവിടെ 3/4 മൈനസ് 1/3 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നമുക്കിവിടെ 3 എന്ന നമ്പറിനെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 ആക്കാൻ പറ്റുമോ? കഴിയൂല. 4നെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 ആക്കാൻ പറ്റുമോ? അതും പറ്റില്ല. അപ്പോൾ ഡിനോമിനേറ്റർ ഇവിടെ സെയിം ആക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സെക്കൻഡ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. എങ്ങനെ? നിങ്ങൾ ചെയ്യേണ്ടത് 3 and 4 ഈ രണ്ട് നമ്പേഴ്സിൻ്റെ LCM കണ്ടുപിടിക്കുക.
LCM കണ്ടുപിടിക്കുന്ന ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 3 and 4 അതിൻ്റെ LCM കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് 12 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 12 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തത് ചെയ്യേണ്ടത് ഈ 4നെ 12 ആക്കി മാറ്റണം, 3യെയും 12 ആക്കി മാറ്റണം. അപ്പോൾ 3/4 ആണ് നമ്മുടെ ഫസ്റ്റ് ഫ്രാക്ഷൻ. ഈ 4നെ 12 ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. -1/3. ഇവിടെ ഡിനോമിനേറ്റർ 3 ആണ്. 3യെ 12 ആക്കാൻ വേണ്ടിയിട്ട് 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സെയിം നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ്സ് ഈക്വൽ ടു 3 × 3 9/4 × 3 12 -1 × 4 4/3 × 4 12. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയിട്ടുണ്ട്. അപ്പോൾ ഡിനോമിനേറ്റർ നിങ്ങൾക്ക് അതുപോലെ എഴുതാം. 9 - 4 5. അപ്പോൾ 5/12 എന്നതാണ് ഈ ഫ്രാക്ഷൻസ് സോൾവ് ചെയ്താൽ കിട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടും ചെയ്ത് നോക്കാം. ഇതുപോലെ തന്നെ ആയിരിക്കും ആൻസർ കിട്ടുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് സബ്ട്രാക്ഷൻ മാത്രമാണ്. അഡീഷൻ ഞാൻ പറയുന്നില്ല, കാരണം സബ്ട്രാക്ഷൻ്റെ സെയിം മെത്തേഡ് തന്നെയാണ് അഡീഷന് യൂസ് ചെയ്യേണ്ടത്. ആ സൈന് മാത്രമേ മാറ്റാനുള്ളൂ. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളെങ്ങനെ ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ വരുന്ന സമയത്ത് വളരെ സിമ്പിളാണ്. 3 × 6 3 × 6 എന്താണ്? 18 / 4 × 11 44. 3 × 6 ഞാൻ ആ സ്റ്റെപ്സ് എഴുതുന്നില്ല. 3 × 6 18, 4 × 11 44. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ആൻസർ കിട്ടിയിട്ടുണ്ട്, ഇത് റെഡ്യൂസ് ചെയ്തിട്ട് എഴുതണം. അപ്പോഴേ ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. റെഡ്യൂസ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ഏത് നമ്പറാണ് കോമൺ ആയിട്ടുള്ളത് നോക്കണം. കോമൺ ആയിട്ടുള്ളത് 2 കോമൺ ആണല്ലോ. അപ്പോൾ ഹാഫ് എടുത്ത് നോക്കാം. 18/2 9, 44/2 22. അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട് 9/22. നമുക്ക് ഇതേ മെത്തേഡ് തന്നെ വേറൊരു രീതിയിൽ ചെയ്യാം. 3/4 × 6/11. ഇതാണല്ലോ ക്വസ്റ്റ്യൻ. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഫ്രാക്ഷൻ ഇവിടെ വെച്ചിട്ട് തന്നെ ഒന്ന് റെഡ്യൂസ് ചെയ്യാം. മൾട്ടിപ്ലിക്കേഷനിലെ കേസിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അഡീഷനോ സബ്ട്രാക്ഷനോ വരുന്ന സമയത്ത് ഞാനിപ്പോൾ ചെയ്യുന്ന സ്റ്റെപ്പ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ 4 അല്ലേ? 4നെ നമ്മൾ എന്ത് ചെയ്തു? 4 and 6 ഇതിൽ രണ്ടിലും 2 കോമൺ ആണ്. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2, 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. ഓക്കെ, ഇനി ഇവിടെ ന്യൂമറേറ്ററിൽ എന്താണുള്ളത്? ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്ററാണ് നമ്മളിവിടെ ചെയ്തത്. അതുപോലെ തന്നെ ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ 3 × 3 9 / 2 × 11 22. ഇങ്ങനെ വേണമെങ്കിലും ആൻസർ കണ്ടുപിടിക്കാം. അടുത്തായിട്ട് നമുക്ക് ഡിവിഷൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. 3/4 / 1/2. ഈ ഡിവിഷൻ വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ വരാം, ഇങ്ങനെയും വരാം. 3/4 / 1/2. രണ്ട് മെത്തേഡും രണ്ട് രീതിയിലും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് 3/4 അത് അതുപോലെ തന്നെ എഴുതി. ഡിവിഷൻ എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആക്കിയിട്ട് എഴുതാം നിങ്ങൾക്ക്. ഡിവിഷൻ എന്നുള്ളത് എന്ത് ചെയ്യുക? സൈന് ചേഞ്ച് ചെയ്ത് മൾട്ടിപ്ലിക്കേഷൻ എന്നാക്കുക. എന്നിട്ട് 1/2 എന്നുള്ളത് എന്തെഴുതണം? 2/1. ഡിവിഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷനാണല്ലോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഡിവിഷൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈന് മൾട്ടിപ്ലിക്കേഷൻ കൊടുത്തു. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങളിവിടെ സൈൻ ചേഞ്ച് ചെയ്തതിന് പകരമായിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് എഴുതുക. ഇനി നേരത്തെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത പോലെ നിങ്ങൾക്ക് ചെയ്യാം. എങ്ങനെ? 3 × 2 6/4 × 1 4. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫൈനൽ ആൻസർ ആയിട്ടില്ല. റെഡ്യൂസ് ചെയ്ത് എഴുതണം. രണ്ടിലും 2 കോമൺ ആണ്. 2 കോമൺ ആയതുകൊണ്ട് 6/2 3, 4/2 2. അപ്പോൾ 3/2 എന്ന ആൻസർ ആയിട്ട് കിട്ടി. നമുക്ക് ഇവിടെ എങ്ങനെ ചെയ്യാൻ നോക്കാം. 3/4 / 1/2 ആണ്. അപ്പോൾ നമ്മൾ എന്തെഴുതി? ഇൻറ്റു 2/1 എന്ന് എഴുതി. 1/2 എന്നുള്ളത് 2/1 ആക്കി. ഇനി ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ സ്റ്റെപ്പ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്.
ഇവിടെ നിങ്ങൾ ഡയറക്റ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 and 2 ഇതിൽ രണ്ടിലും 2 കോമൺ ആണ്. 2 കോമൺ ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എഴുതാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4/2 2 എന്ന് വരും. 2/2 1. 3 into 1 3 by 2 into 1 2. അപ്പോൾ 3/2 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. ന്യൂമറേറ്റർ ഹയർ ആണ് ഡിനോമിനേറ്ററിനെക്കാളും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതെങ്ങനെ എഴുതാം, മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം. മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതുന്ന സമയത്ത് 3 divided by 2 1 1 into 2 2 3 minus 2 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ആദ്യം എഴുതണം. റിമൈൻഡർ ന്യൂമറേറ്ററിലും ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അത് ഡിനോമിനേറ്ററിലും എഴുതുക.